എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ കിബയെ കാണിക്കുന്നു. അവനാവട്ടെ ആ ഒരു ടൊക്കിച്ചിയുടെ ഫോട്ടോ കണ്ട് ഇപ്പൊ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. അവനെ ഒന്ന് നോക്കിയിട്ട് ഇപ്പൊ കിബ പറയും, ഇവനെ കണ്ടാൽ തന്നെ അറിയാം ഇവൻ ഭയങ്കര ഡേഞ്ചർ ആണെന്ന്. അതുകൊണ്ടാണ് അവൻ അവന്റെ വീട്ടിലുള്ളവരെ തന്നെ അതിക്രൂരമായിട്ട് കൊന്നു കളഞ്ഞത്. നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. കട്ട് ചെയ്താ ഇപ്പൊ നെക്സ്റ്റ് ഡേ ടൊക്കിച്ചി ആവട്ടെ അവൻ പതിയെ കണ്ണു തുറക്കും. അവൻ ചുറ്റും നോക്കും. അവന്റെ കയ്യിലും കാലിലും ബോഡിയിലും എല്ലാം തന്നെ ഒരുപാട് പ്ലാസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. അവനിപ്പോ പതിയെ എഴുന്നേക്കാൻ ശ്രമിക്കുമ്പോ അവന്റെ മുറിവിലൂടെ ബ്ലഡ് താഴേക്ക് വീഴാൻ തുടങ്ങും. അവനാവട്ടെ ഇപ്പൊ തൊട്ടടുത്ത് കിടക്കുന്ന അവന്റെ കത്തി അത് ഏന്തി വലിഞ്ഞ് ഇപ്പൊ എടുക്കാൻ തുടങ്ങും. അത് കണ്ട് കുട്ടപ്പൻ, വേണ്ട വേണ്ട, മാറി നിൽക്കടാ, കുറച്ചു നേരമെങ്കിലും നീ റെസ്റ്റ് എടുക്ക്. ഇപ്പൊ നിനക്ക് ഈ കത്തി എന്തിനാണ് ചോദിക്കുമ്പോ അവൻ അലറിക്കൊണ്ട് പറയും, എനിക്ക് അവനെ കൊല്ലണം. ആ കള്ളൻ ഡോസുവെ എന്റെ കൈകൊണ്ട് തന്നെ എനിക്ക് കൊന്നു തള്ളണം. അപ്പൊ കിബയാവട്ടെ ടൊക്കിച്ചിയുടെ ആ ഒരു വാണ്ടഡ് പോസ്റ്റർ ഇപ്പൊ അവനെ തന്നെ കാണിച്ചു കൊടുക്കും. അവനത് കണ്ട് ഞെട്ടിയിട്ട് ഇപ്പൊ എഴുന്നേക്കാൻ നോക്കുമ്പോ വീണ്ടും അവന്റെ ബോഡിയിൽ നിന്ന് രക്തം ഒഴുകാൻ തുടങ്ങും. അത് കാണിച്ച് കുട്ടപ്പൻ പറയും, നിനക്ക് സ്വന്തം ഫാമിലിയെ കൊന്നിട്ട് പോലും മതിയായില്ലല്ലേ, ഇനിയും നിനക്ക് ആരൊക്കെയാണ് കൊല്ലേണ്ടതെന്ന് ചോദിക്കുമ്പോ അവൻ പറയും, ഞാനല്ല അവരെ ഒന്നും കൊന്നത്. അവൻ ആ ഡോസു ആ കള്ളനാണ് ആ ഫാമിലിയെ കൊന്നുകളഞ്ഞ് ആ കുറ്റം എന്റെ തലയിൽ ചുമത്തിയത്. അപ്പൊ നമ്മുടെ ആൾക്കാർ വണ്ടടിച്ച് പിന്നെങ്ങനെ നീ ബൗണ്ടിയായി തീർന്നു? നിന്നെ അന്വേഷിച്ച് ഇവിടെ ഒരാൾ പോലും എത്തി. അപ്പൊ അവനാവട്ടെ ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക് പറയാൻ തുടങ്ങും. ടൊക്കിച്ചി ആവട്ടെ പണ്ട് മുതലേ ഗ്രാമത്തിലെ നല്ലൊരു കൊല്ലനായിരുന്നു. അതായത് കത്തി, ചുറ്റിക മുതലായ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആള്. ഗ്രാമത്തിലന്ന് വലിയ ഉത്സവം നടക്കുകയായിരുന്നു. അത്യാവശ്യമായിട്ട് ഒരു കത്തി കൊടുക്കാൻ ഞാനൊരു ഇടത്തേക്ക് വളരെ വേഗത്തിൽ നടന്നു. കത്തി കൊടുക്കേണ്ട വീടിന് മുന്നിലെത്തിയപ്പോ അവിടെ ഡോർ തുറന്നു കിടക്കുന്നതായിട്ട് കണ്ടു. ഞാൻ ഒരുപാട് വിളിച്ചിട്ടും ആരും ഉത്തരം നൽകാത്തതിനെ തുടർന്ന് ഞാൻ പതിയെ വാതിൽ മുഴുവനായിട്ടും തുറന്ന് അകത്തേക്ക് കയറി. അപ്പൊ ഏതോ ഒരുത്തൻ അരണ്ട വെളിച്ചത്തില് ഒരു കത്തിയായിട്ട് എന്റെ മുൻപിലേക്ക് ചാടി അങ്ങോട്ട് വീണു. അവൻ വെട്ടാൻ ശ്രമിച്ചപ്പോ ഞാൻ എന്റെ കത്തി എടുത്ത് അത് കറക്റ്റായിട്ട് തടഞ്ഞു. അപ്പോഴാണ് അതാരാണെന്ന് ഞാൻ കണ്ടത്. അത് മറ്റാരുമല്ല, സാക്ഷാൽ കള്ളൻ ഗോസ് തന്നെ ആയിരുന്നു. ആ ഗോസ് പയ്യൻ അവന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി അത് താഴെയിട്ട് എന്നെ ഇടിച്ചു തെറിപ്പിച്ച് അവൻ പുറത്തേക്ക് ഓടിപ്പോയി. ഞാൻ വീട്ടിലുള്ളവർക്ക് എന്താണ് സംഭവിച്ചതെന്നറിയാൻ ഡോറ് തുറന്ന് അകത്തേക്ക് കയറിയപ്പോ അവിടെ മുഴുവൻ ചോര താളം കെട്ടി കിടന്നിരുന്നു. മാത്രമല്ല ആ വീട്ടിലുണ്ടായിരുന്ന എല്ലാവരും കൊലപ്പെട്ടിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ആ വീട്ടിൽ വെച്ച് എന്നെ കാണാനിടയായി. ഞാനാണ് അവരെ കൊന്നതെന്ന് പറഞ്ഞ് ഗ്രാമത്തിലുള്ളവര് എന്നെ കെട്ടിയിട്ടു. ഞാൻ മാത്രമേ അന്ന് ഉത്സവത്തിന് പോവാത്തതുള്ളൂ എന്ന് പറഞ്ഞ് അവരെന്നെ കുറ്റക്കാരാക്കി. വേറെ ഒരു വഴിയില്ലാതെ എന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ കത്തി ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ആ കയറ് തന്നെ കട്ട് ചെയ്ത് ഗ്രാമത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഓടി. ഓരോരോ പട്ടണങ്ങള്, ഓരോരോ ഗ്രാമങ്ങളായിട്ട് ഞാൻ മാറി മാറി അഭയം തേടി. പക്ഷെ എല്ലായിടത്തും എന്റെ പോസ്റ്ററുകൾ അവര് പതിപ്പിച്ചു കൊണ്ടേയിരുന്നു. എന്നെ കണ്ടുപിടിച്ച് കൊടുക്കുന്നവർക്ക് 1 കോടി രൂപ അവര് റിവാർഡും പ്രഖ്യാപിച്ചു. എന്റെ ഫോട്ടോയുടെ കൂടെ തന്നെ അവര് ഗോസുവിന്റെയും ഫോട്ടോകൾ പതിപ്പിക്കാൻ തുടങ്ങി. അന്നു മുതലാണ് അവനെ കണ്ടുപിടിക്കാനുള്ള ഒരു വെറി എന്റെ മനസ്സിൽ തോന്നി തുടങ്ങിയത്. അവനെക്കുറിച്ചുള്ള അന്വേഷണത്തില് ഒരുപാട് പേരെ ഞാൻ കൊന്നു തള്ളി. അങ്ങനെയാണ് പതിയെ പതിയെ ഞാനൊരു ബൗണ്ടി ഹണ്ടറായി മാറിയത്. അവനെ പിടിച്ചുകൊണ്ടുവന്ന് എന്റെ നിരപരാധിത്വം ബോധിപ്പിച്ചാൽ മാത്രമേ എനിക്ക് എന്റെ ഗ്രാമത്തിലേക്ക് ഇനി തിരികെ പോകാൻ കഴിയുകയുള്ളൂ. അതെല്ലാം കേട്ട് കുട്ടപ്പൻ, ഞങ്ങൾ കുട്ടികളാണെങ്കിലും ഞങ്ങളും പവർഫുൾ നിഞ്ചകളാണ്. ഞങ്ങൾ ഇറങ്ങി തിരിച്ചതും ആ ഒരു ഗോസുവിനെ പിടിക്കാനുള്ള മിഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾ തന്നെ അവനെ കണ്ടുപിടിക്കുന്നു പറഞ്ഞ് ഇപ്പൊ കുട്ടപ്പനും ടീംസും പുറത്തേക്ക് പോവും. ഇപ്പൊ കുട്ടപ്പൻ പറയും, ടൊക്കിച്ചി ഈ ഒരു അവസ്ഥയില് അവനെ പിടിക്കാൻ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കള്ളൻ ഇവനെ അടിച്ചു കൊന്നുകളയും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് തന്നെ അവനെ കണ്ടുപിടിക്കണം എന്ന് പറയും. അപ്പൊ ടൊക്കിച്ചി ആവട്ടെ അവന്റെ മുറിവുകൾ നോക്കി എങ്ങനെയെങ്കിലും അവിടുന്ന് പോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആ ഒരു താടിക്കാരൻ അവൻ വീണ്ടും അങ്ങോട്ടേക്ക് വരും. അവന്റെ ചിരിയും സംസാരവും കേട്ട് ടൊക്കിച്ചിക്ക് മനസ്സിലാവും ഇത് അവൻ തന്നെയാണെന്ന്. നിനക്ക് ആവശ്യമുള്ളത് തീർച്ചയായിട്ടും ഞാൻ നിനക്ക് എടുത്തു തരും. അതുവരെ നീ എന്നെ പിന്തുടരുവാൻ പാടില്ല എന്ന് ഇപ്പൊ നമ്മുടെ ആള് പറയും. അതിന് താടിക്കാരൻ പറയും, നിന്നെ കൊണ്ട് ഇപ്പൊ അനങ്ങാൻ പോലും കഴിയില്ല, പിന്നെങ്ങനെ നീ ആ ഗോസുവിനെ കണ്ടുപിടിക്കും? ഇനി ഞാൻ തന്നെ കളത്തിലിറങ്ങാൻ പോവാണ്. ആദ്യം ഞാൻ അവനെ കൊല്ലും, പിന്നീട് നിന്നെയും തീർത്ത് കളയെന്ന് പറയുമ്പോ ഇവിടെ ടിക്കോച്ചി ആവട്ടെ
എങ്ങനെയെങ്കിലും വേദന സഹിച്ച് പുറത്തേക്ക് പോവാൻ ഒരുപാട് ശ്രമിക്കും. പക്ഷെ അവന്റെ മുറിവ് അതാഴമേറിയതായതുകൊണ്ട് തന്നെ അവനെ കൊണ്ട് ഇപ്പൊ അനങ്ങാൻ സാധിക്കില്ല. കട്ട് ചെയ്താ ഇപ്പൊ നമ്മുടെ ആൾക്കാര് ആ നാട് മുഴുവൻ നടന്ന് ലാൻഡ് ഓഫ് സ്റ്റോണിലേക്ക് തന്നെ ഇപ്പൊ എത്തിപ്പെടും. ആ പട്ടണത്തില് മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സ്, ടെമ്പിളുകള്, മോസ്ക്, സ്കൂള് എന്നിങ്ങനെ ഒരുപാട് ബിൽഡിങ്ങുകള് അവർക്ക് ചുറ്റും കാണാൻ കഴിയും. അപ്പൊ ദൂരത്തായിട്ട് ഒരു ഹെഡ് ടെമ്പിള് നമ്മുടെ ആൾക്കാർ കാണും. മാത്രമല്ല അതിനു മുന്നിലായിട്ട് ഒരു മണി അതിങ്ങനെ കയറിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും അവര് കാണും. അതിന് കാവൽക്കാരായിട്ട് അവിടെ ഒരുപാട് പേരുണ്ട്. കിബ ഇപ്പോ ആ ഒരു ബെല്ലിനെ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോ അവന് മനസ്സിലാവും അതൊരു സാധാരണ ബെല്ലല്ല, മറിച്ച് ഒരു ഗോൾഡൻ ബെല്ലാണ്. കിബ പറയും, ആ ഒരു ബെല്ല് എന്നെ നോക്കി എന്നെ എടുത്തോണ്ട് പോ, എന്നെ കൊണ്ടുപോ എന്ന് പറയും പോലെ എനിക്ക് തോന്നുകയാണ്. ഇങ്ങനെ ഒരു ബെല്ല് ഇവിടെ കിടന്ന് തൂങ്ങുമ്പോ തീർച്ചയായിട്ടും ആ ഗോസു പയ്യൻ ഇതിനു വേണ്ടി ഇവിടേക്ക് എത്താതിരിക്കില്ല. ആ സമയത്ത് ആ ഗോസുവിന്റെ ശിങ്കിടികള് ഇപ്പൊ നമ്മുടെ ആൾക്കാരെ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ അക്കമൊരു പട്ടിക്കുട്ടി ഇപ്പൊ ഒരു സൈഡ് നോക്കി കുരയ്ക്കാനായിട്ട് ആരംഭിക്കും. അപ്പോഴായിരിക്കും അവർക്ക് മനസ്സിലാവുക അവന്റെ ശിങ്കിടികള് അവരിപ്പൊ റൗണ്ട് ചെയ്തിരിക്കുകയാണെന്ന്. നമ്മുടെ ആൾക്കാർ ചാടി നിന്ന് ഫൈറ്റ് ചെയ്യാൻ റെഡി ആവുമ്പോ നെജി ആവട്ടെ അവന്റെ വ്യാഹു പവർ കൊണ്ട് ഇപ്പൊ ചുറ്റും ചെക്ക് ചെയ്യാൻ ആരംഭിക്കും. അവരെല്ലാവരും ഇപ്പൊ ആണിയെടുത്ത് നമ്മുടെ ആൾക്കാർക്ക് നേരെ തിരിയുമ്പോ നമ്മുടെ ആൾക്കാരാവട്ടെ അവരെ എതിർക്കാനായിട്ട് ഇപ്പൊ റെഡി ആയിട്ട് നിൽക്കും. ആ സമയത്ത് നമ്മുടെ ടിക്കോച്ചി ആവട്ടെ നമ്മുടെ ആൾക്കാരെ ഫോളോ ചെയ്ത് അവിടേക്ക് തന്നെ വന്നു കഴിഞ്ഞു. അവന് പരുക്ക് പറ്റി ഇപ്പൊ തീരെ വയ്യെങ്കിലും അവനെ കൊണ്ടാവുന്ന പോലെ ഫൈറ്റ് ചെയ്യാൻ ഇപ്പൊ അവൻ റെഡി ആയിട്ട് നിൽക്കും. അപ്പോഴായിരിക്കും ആ ഒരു ബെല്ല് അത് റൊട്ടേറ്റ് ചെയ്ത് ഇപ്പൊ മുകളിലേക്ക് പോകുന്നത് കാണുക. ആ സമയത്ത് ആ വില്ലന്മാര് അവരൊന്നൊന്നായി മറിഞ്ഞ് ഇപ്പൊ ആ ബെല്ലിന്റെ തൊട്ടടുത്തെത്തും. അപ്പൊ നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലാവും അവർ ആ ബെല്ല് അടിച്ചു മാറ്റാനാണ് ഇപ്പൊ അവിടേക്ക് എത്തിയതെന്ന്. അപ്പൊ ടിക്കോച്ചി ഇപ്പൊ നമ്മുടെ ആൾക്കാരോട് പറയും, ഇന്നലെ വന്ന താടിക്കാരനും വേണ്ടത് ആ ഒരു ഗോസുക്കള്ളനെ തന്നെയാണ്. അവനെ പിടിക്കുന്നതിന് മുൻപ് എത്രയും പെട്ടെന്ന് നമുക്ക് തന്നെ അവനെ പിടിച്ചെടുക്കണം, അല്ലെങ്കിൽ വലിയ ആപത്താണ് എന്ന് അവൻ പറയുമ്പോ നമ്മുടെ ആൾക്കാരാവട്ടെ ഇപ്പൊ സ്റ്റെപ്പ് കയറി ഓടി ആ ബെല്ലിന്റെ തൊട്ടടുത്തെത്തും. അവരവിടെ എത്തുമ്പോ ആ ഒരു ബെല്ല് അതവിടെ കാണില്ല. എത്രയും പെട്ടെന്ന് അവനെ പിടിക്കണമെന്ന് പറയുമ്പോ ഗോസുവിന്റെ 5-6 ശിങ്കിടികള് വീണ്ടും നമ്മുടെ ആൾക്കാരെ ഇപ്പൊ റൗണ്ട് ചെയ്ത് നിൽക്കും. നെജി പറയും, നമുക്ക് ടൈമില്ല, എത്രയും പെട്ടെന്ന് ഇവരെ അടിച്ചു തെറിപ്പിച്ച് നമുക്ക് അവനെ പിടിക്കണം. വില്ലന്മാര് നമ്മുടെ ആൾക്കാരെ അടിച്ചു തെറിപ്പിക്കാൻ നേരം നമ്മുടെ ആൾക്കാർ ഓൾറെഡി പവർഫുൾ ആണ്. അവർ ഓരോരോ വില്ലന്മാരെ ആയിട്ട് ഇപ്പൊ അട്ടിച്ച് തെറിപ്പിച്ച് ദൂരത്തേക്ക് വലിച്ചെറിയും. അപ്പൊ അതേ സമയത്ത് ലോങ് ഷോട്ടില് ആ താടിക്കാരൻ ഇതെല്ലാം കണ്ടോണ്ട് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ആൾക്കാര് ഇപ്പൊ അക്കമറു പട്ടിക്കുട്ടിയെ കൊണ്ട് സ്മെല്ല് ചെയ്ത് ആ ഒരു വില്ലന്റെ തൊട്ടു പിന്നാലെ എത്തും. അപ്പൊ നമ്മുടെ ആൾക്കാർ കാണും ആ ഒരു ഗോസു പയ്യൻ ആ ഒരു ബെല്ലുമായിട്ട് അവന്റെ കപ്പലിലേക്ക് പോകുന്നത്. നമ്മുടെ ആൾക്കാര് ഒട്ടും വിട്ടുകൊടുക്കാതെ ആ ഒരു കയറിലൂടെ അവനെ പിടിക്കാനായിട്ട് ഇപ്പൊ നടന്നങ്ങോട്ട് വരും. കഷ്ടപ്പെട്ട് നടന്ന് മുൻപോട്ട് വരും. ഇവിടെ ടിക്കോച്ചി ആവട്ടെ അവൻ ഒട്ടും വയ്യെങ്കിലും അവന്റെ നിരപരാധിത്വം തെളിയിക്കാനായിട്ട് അവനും ആ ഒരു കയറിൽ ചവിട്ടി ഗോസുവെ പിടിക്കാൻ അവന്റെ പുറകെ തന്നെ പോവും. കുട്ടപ്പൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപേ അവനൊരാണി ആ ദേറിലൂടെ പറത്തി ഇപ്പൊ കുട്ടപ്പന് നേർക്കയക്കും. കുട്ടപ്പൻ ഉടനെ അവന്റെ ക്ലൗൺസിനെ ഉപയോഗിച്ചുകൊണ്ട് ആ ആണിയെല്ലാം തട്ടിത്തെറിപ്പിച്ച് ഇപ്പൊ അവന്റെ നേർക്ക് പാഞ്ഞു വരും. കുട്ടപ്പൻ ചാടി വന്ന് അവന്റെ മോന്തയ്ക്ക് ഒരൊറ്റ ഇട്ടി കൊടുക്കുമ്പോ വില്ലനാവട്ടെ അവൻ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അവരെ വെട്ടിത്തിരിപ്പിച്ച് ആ റോപ്പ് തന്നെ കട്ട് ചെയ്ത് കളയും. മാത്രമല്ല ആ ഒരു ബെല്ല് അതൊരു ഹുക്കിട്ട് പിടിച്ച് ഇപ്പൊ ബോട്ടിലെത്തിക്കും. പക്ഷെ ടിക്കോച്ചി അവൻ ചില്ലറക്കാരനല്ല. അവൻ ആ ബെല്ലില് ഒരു ഹുക്കിട്ട് പിടിച്ച് ആ ഒരു ബോട്ടിന് പിന്നാലെ ഇപ്പൊ തൂങ്ങിക്കിടക്കും. അവൻ ആ കയറിൽ പിടിച്ചു തൂങ്ങി ഇപ്പൊ പതിയെ പതിയെ ബോട്ടിന്റെ അകത്തേക്ക് കയറും. ടിക്കോച്ചി കറങ്ങി തിരിഞ്ഞ് ഇപ്പൊ ഡോസുവിനെ അവനെ നിലത്തടിക്കും. എന്നിട്ട് കത്തിയെടുത്ത് അവന് നേരെ വീശി നിൽക്കും. പക്ഷെ ടിക്കോച്ചി അവനെ കൊല്ലില്ല. കാരണം അവൻ ജീവനോടുകൂടി ഇരുന്നാൽ മാത്രമേ ടിക്കോച്ചി നിരപരാധിയാണ് എന്ന കാര്യം അവനെ കൊണ്ട് തെളിയിക്കാൻ കഴിയൂ. ഇതൊക്കെ കണ്ട് ഇപ്പൊ കുട്ടപ്പനും ടീംസും ആവട്ടെ ഒരുപാട് ഹാപ്പി ആയിട്ട് അവരുടെ പുറകെ തന്നെ ഇപ്പൊ നീന്തി വരും. കട്ട് ചെയ്ത ആ ഒരു താടിക്കാരൻ വലിയൊരു ചങ്ങല ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ ഗോസു പയ്യനെയും ടിക്കോച്ചുവിനെയും ഒരുപോലെ ലോക്ക് ചെയ്ത് പിടിക്കും. നിങ്ങൾ കാരണം ഗ്രാമത്തില് ഒരു ഫാമിലിയാണ് നശിച്ചു പോയത്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ ഗ്രാമത്തിലേക്ക് വരണം. അവിടെ വെച്ച് നിങ്ങളുടെ വിചാരണ അത് ഞാൻ നടപ്പാക്കുമെന്ന് ആ താടിക്കാരൻ പറയും. അപ്പോഴാണ് നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലാവുക ആ താടിക്കാരൻ ഒരു പോലീസാണെന്ന്. ഒന്നും ചെയ്യാൻ പറ്റാതെ ഇപ്പൊ നമ്മുടെ ആൾക്കാരാവട്ടെ അത് നോക്കി നിൽക്കും. ടിക്കോച്ചി ഗ്രാമത്തിലെത്തുമ്പോ ഗ്രാമത്തിലെ ആളുകളാവട്ടെ അവനെ നോക്കി കല്ലെറിയും. എന്തിനാണ് നീ ആ പാവം ഫാമിലിയെ കൊന്നു തള്ളിയത്? നിന്നെ ജീവനോട് കൂടെ ഇപ്പൊ തന്നെ കെട്ടി തൂക്കണമെന്ന് പറയുമ്പോ അത് കേട്ട താടിക്കാരൻ പോലീസ് പറയും, അവനല്ല യഥാർത്ഥ കുറ്റവാളി.
ഈ പെരുങ്കള്ളൻ ഗോസുവാണ് ഇതിന്റെ എല്ലാം പിന്നിൽ എന്ന് പറയുമ്പോ ജനങ്ങളെല്ലാവർക്കും ഇപ്പൊ ഒരുപാട് വിഷമമായിട്ട് ടിക്കോച്ചിയോട് മാപ്പ് പറയാൻ ആരംഭിക്കും. അവരെല്ലാവരും ചേർന്ന് ഇപ്പൊ ടിക്കോച്ചിയുടെ കയറ് അത് അറുത്തുവിട്ട് അവൻ ആവശ്യമായിട്ടുള്ള എല്ലാ മെഡിക്കൽ അസിസ്റ്റൻസും ഇപ്പൊ കൊടുക്കാൻ തുടങ്ങും. അടുത്ത സീനില് ഇപ്പൊ നമ്മുടെ ആൾക്കാരാവട്ടെ ഒരുപാട് സന്തോഷത്തില് ഗ്രാമത്തിലേക്ക് തിരിച്ചു പോവാണ്. അപ്പൊ പെട്ടെന്ന് നമ്മുടെ കിവയാവട്ടെ ഒരു കാര്യം ആലോചിച്ചിട്ട് പറയും, നമുക്കാർക്കും ഇപ്പൊ സന്തോഷിക്കാനായിട്ട് യാതൊരു അവകാശവും ഇല്ല. കാരണം ആ ഒരു കള്ളനെ അവനെ നമുക്ക് പിടിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു മിഷൻ അത് ഫെയിലിയർ ആണ്. തീർച്ചയായിട്ടും ഒക്കാഗെ ആന്റി ഗ്രാമത്തിലെത്തിയാൽ ഉടൻ തന്നെ നമ്മളെ തല്ലി ഓടിക്കുമെന്ന് പറയുമ്പോ നമ്മുടെ കുട്ടപ്പൻ അതൊരു മിനിറ്റ് ഒന്ന് ഇമാജിൻ ചെയ്തു നോക്കും. കുട്ടപ്പന്റെ എക്സ്പ്രഷൻ കണ്ട് നമ്മുടെ ആൾക്കാര് പൊട്ടിച്ചിരിക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.